നമസ്കാരം. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ ലോകം മുഴുവനും യോസേപ്പിൻ്റെ വർഷമായി ആചരിക്കുകയാണ്. ഈ സവിശേഷ സന്ദർഭത്തിൽ വിശ്വാസികൾക്കും മാനവരാശിക്ക് ആകമാനവും വിശുദ്ധ യോസേപ്പ് പിതാവ് ശേഷിപ്പിക്കുന്ന മഹിതമായ മാതൃകകളുടെ ഓർമ്മകളിലേക്കും പാഠങ്ങളിലേക്കും കടന്നു ചെല്ലുന്നത് ഏറ്റവും ഉചിതമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യോസേപ്പ് പിതാവിൻ്റെ വർഷപ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം പുറത്തു വന്ന ചാക്രിക ലേഖനത്തിൽ പോപ്പ് യോസേപ്പ് പിതാവിൻ്റെ മഹത്വത്തെ അടയാളപ്പെടുത്തുന്ന 7 ഗുണങ്ങൾ നിരീക്ഷിക്കുകയുണ്ടായി. അതിൽ തന്നെ അതിൻ്റെ സാരം അല്ലെങ്കിൽ സാരസത്ത ആയി ചൂണ്ടിക്കാണിക്കാവുന്ന 2 സുപ്രധാന മൂല്യങ്ങൾ സ്നേഹത്തിലും വിശ്വാസത്തിലും യോസേപ്പ് പിതാവ് പുലർത്തുന്ന നിരുപാധികവും നിസ്സീമവുമായ ജീവിത പ്രവാഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു തലത്തിലേക്ക് യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക്, ജീവിത ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നതിലൂടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മഹനീയമായ തലങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഈ ഒരു ഹ്രസ്വ ഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 2 ജോസഫുമാരാണ് മുഖ്യമായും കടന്നു വരുന്നത്. യാക്കോബിൻ്റെ ജേക്കബിൻ്റെ പുത്രനായ പൂർവ്വപിതാവായ ജോസഫ് ആണ് അതിലൊന്നാമത്തത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനെക്കുറിച്ച് വിശദമായ പ്രതിപാദനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിൻ്റെ വളർത്തച്ഛനായ യോസേപ്പ് പിതാവാണ് തീർച്ചയായും രണ്ടാമതായി ബൈബിളിൽ നമ്മൾ കാണുന്ന ജോസഫ്. പക്ഷേ പുതിയ നിയമത്തിൽ യോസേപ്പ് പിതാവിനെക്കുറിച്ച് ഒരുപാട് വിശദാംശങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. ജോസഫ് എന്നത് ഒരു ഹീബ്രു നാമമാണ്. സംരക്ഷിക്കുന്നവൻ, കരുതുന്നവൻ എന്നൊക്കെയാണ് ആ പേരിൻ്റെ അർത്ഥം. പേരിനെ അന്വർത്ഥമാക്കിയുള്ള ജീവിതമായിരുന്നു യോസേപ്പ് പിതാവിൻ്റേത്. 1989 ജോൺ പോൾ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ രക്ഷകൻ്റെ സംരക്ഷകൻ എന്നാണ് യോസേപ്പ് പിതാവ് വിശേഷിപ്പിക്കപ്പെട്ടത്. രക്ഷകൻ്റെ സംരക്ഷകൻ. അതിൽ പരം കൃത്യമായും വാചാലമായും സൂക്ഷ്മമായും യോസേപ്പ് പിതാവിൻ്റെ ജീവിത നിയോഗത്തെ എങ്ങനെ അടയാളപ്പെടുത്താൻ? അദ്ദേഹം ഗലീലിയയ്ക്കടുത്ത നസ്രത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ജനിക്കുന്നത്. ഇസ്രായേലിൻ്റെ 2ാമത്തെ മഹാരാജാവായ ദാവീദിൻ്റെ വംശത്തിൽ തന്നെയാണ് വിശുദ്ധ യൗസേപ്പും ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അയൽക്കാർ തന്നെയായിരുന്നു വിശുദ്ധ കന്യാമറിയത്തിൻ്റെ കുടുംബവും. ജവാക്കിം, അന്ന എന്നീ സമ്പന്ന ദമ്പതികളുടെ ആറ്റുനോറ്റ് കാത്തിരുന്നുണ്ടായ മകളായാണ് വിശുദ്ധ മറിയം പിറക്കുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം മകൾ എന്ന ഒരു സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള സുദീർഘമായ ആ കാത്തിരിപ്പിൻ്റെ ഭാഗമായി മകനുണ്ടായാൽ അവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും എന്ന് അന്ന വ്രതമെടുത്തിരുന്നു. സ്വാഭാവികമായും വിശുദ്ധ മറിയത്തെ 3-ാം വയസ്സിൽ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും മാതാപിതാക്കൾ നാടിൽ നിന്ന് മാറുകയും ചെയ്തു. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ ഇഹലോകവാസം വെടിയുകയും ചെയ്യുന്നു. അന്നത്തെ ഇസ്രായേലി സമ്പ്രദായമനുസരിച്ച്
വളർന്നു വരുന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികവും നിർബന്ധിതവുമായ ഒരു നാട്ടുവഴക്കമായിരുന്നു. ആ സാഹചര്യത്തിൽ വിശുദ്ധ മറിയത്തിന് 13.5 വയസ്സാകുമ്പോൾ മറിയത്തിൻ്റെ വിവാഹാലോചനകളിലേക്ക് ദേവാലയത്തിലെ പുരോഹിതന്മാരുടെ ചിന്ത വികസിക്കുകയാണ്. അത് പ്രകാരം ദാവീദിൻ്റെ വംശക്കാരായ അവിവാഹിതരായ യുവാക്കളോടെല്ലാം ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ പുരോഹിതരുടെ നിർദ്ദേശമുണ്ടാകുന്നു. സൗന്ദര്യത്തിലും സൗശീല്യത്തിലും ഔന്നത്യം പുലർത്തുന്ന വിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവാകാൻ കൊതിച്ചുകൊണ്ട് നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും ചെറുപ്പക്കാർ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. അക്കൂട്ടത്തിൽ പുരോഹിത കൽപ്പനയെ ആദരിച്ചുകൊണ്ട് ജോസഫ് പിതാവും വന്നു ചേരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിത്യ ബ്രഹ്മചര്യം വ്രതമായെടുത്ത വ്യക്തിത്വമായിരുന്നു. വിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട ജീവിതം എന്ന അർത്ഥത്തിൽ വിവാഹം, ദാമ്പത്യ ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം തന്നെ പോംവഴി കണ്ടെത്തും എന്ന് പുരോഹിതർ വിശുദ്ധ മറിയത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പെണ്ണുകാണൽ പോലെ ഈ യുവാക്കളെല്ലാം ഒത്തുകൂടുന്ന ഘട്ടത്തിൽ ഏറ്റവും ഉചിതനായ ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പുരോഹിതർ പ്രതീക്ഷിക്കുന്നു. ഉണങ്ങിയ ഒരു മരക്കമ്പ് എല്ലാ ചെറുപ്പക്കാരുടെ കൈകളിലും നൽകി അവർ പ്രാർത്ഥനയാരംഭിക്കുന്നു. പ്രാർത്ഥനാ നേരത്ത് പ്രതീക്ഷിക്കപ്പെട്ട ആ ദിവ്യാത്ഭുതം സംഭവിക്കുകയാണ്. ജോസഫിൻ്റെ കയ്യിലുള്ള ഉണങ്ങിയ മരക്കൊമ്പിൽ ലില്ലിപ്പൂക്കൾ പൂത്തുവിടരുകയാണ്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാവിൻ്റെ രൂപത്തിൽ ദിവ്യപ്രകാശം പരക്കുകയും ചെയ്യുന്നു. മഹത്വത്തിൻ്റെ നിമിഷം തിരിച്ചറിയുന്ന പുരോഹിതർ വിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവിനെ കൂടി തീരുമാനിക്കുകയാണ്. അവിടെ അന്നത്തെ ഇസ്രായേലി സമ്പ്രദായമനുസരിച്ച് വിവാഹം ഒറ്റ ഘട്ടമായിരുന്നില്ല നടന്നിരുന്നത്. നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിവാഹ നിശ്ചയം പിന്നീട് വിവാഹം എന്ന മട്ടിലായിരുന്നു. എന്നാൽ ആദ്യം നടക്കുന്ന ചടങ്ങ് തന്നെ വിവാഹവുമായിരുന്നു. അതനുസരിച്ച് വിശുദ്ധ കന്യാമറിയം വിവാഹം തീർപ്പാക്കിയ പശ്ചാത്തലത്തിൽ നസ്രത്തിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വിവാഹത്തിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ജോസഫ് മറിയത്തെ സന്ദർശിക്കുകയും ഇരുവരും തങ്ങളുടെ വ്രതത്തിൻ്റെ നിഷ്കർഷയെക്കുറിച്ചും തങ്ങൾക്ക് ദൈവത്തിൽ സമർപ്പിതമായ ജീവിതത്തിൻ്റെ വഴിത്താരിക്ക് ഭംഗം വരരുത് എന്നുള്ള ആഗ്രഹത്തെക്കുറിച്ചും ഉള്ള ഉൾരഹസ്യങ്ങൾ ഈ നിമിഷത്തിൽ പങ്കുവെക്കുന്നു. തീർച്ചയായും ഒരേ വഴിയിലേക്ക് ഒരേ ആകാശത്തിൽ ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങൾ എന്ന കണക്കിന് ഇരുവരുടെയും ആഗ്രഹങ്ങൾ ഒന്നായതിനാൽ തന്നെ തങ്ങൾ ആത്മാവിൽ സ്നേഹിക്കുകയും ശാരീരികമായി ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ബ്രഹ്മചര്യവും ചാരിത്രവും കാത്തുസൂക്ഷിക്കുന്ന ദമ്പതിമാരായിരിക്കുമെന്ന് സന്തോഷപൂർവ്വം പരസ്പരം വാഗ്ദാനം ചെയ്യാൻ ഈ ആദ്യ സമാഗമത്തിൽ തന്നെ അവർക്ക് സാധിക്കുന്നു. എൻ്റെ പുരുഷൻ എന്ന നിലക്കുള്ള അധികാരവും ശക്തിയും വിശുദ്ധ മറിയത്തിൻ്റെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കും എന്നാണ് ജോസഫ് പിതാവ് അവിടെ വെച്ച് നൽകുന്ന വാഗ്ദാനം. ഇതൊരു മഹത്തായ പ്രസ്താവനയാണ്. സ്ത്രീ പിറക്കുന്നത് പോലും കുറ്റമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് മുമ്പിൽ തൻ്റെ ജീവിതവും തൻ്റെ പുരുഷൻ എന്ന നിലക്കുള്ള അധികാരവും ആ സ്ത്രീയുടെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കാൻ താൻ സന്തോഷവാൻ ആണ്, തയ്യാറാണ് എന്ന് പറയുന്ന ആ വാക്കുകളുടെ കാലാതീതമായ ഉൾക്കനം അങ്ങേയറ്റം
പ്രശംസനീയവും മാതൃകാപരവുമാണ്. അവരുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങി. ഈ സമയത്താണ് ഗബ്രിയേൽ മാലാഖ കർത്താവ് നിന്നോട് കൂടെ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് വിശുദ്ധ കന്യാമറിയത്തെ സമീപിക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിന്ന് വിശുദ്ധ മറിയം ഗർഭം ധരിക്കും എന്ന ചരിത്രപരമായ വെളിപാട് നടത്തുന്നതും. സ്തബ്ധയാകുന്നുവെങ്കിലും മറിയത്തെ ദൈവികമായ ഇടപെടലിൻ്റെ അമേയതയിൽ മറിയത്തിൻ്റെ ചാരിത്രം സംരക്ഷിക്കപ്പെടുകയും പ്രപഞ്ച വിധാതാവിൻ്റെ വിധി കൃത്യമായി പാലിക്കപ്പെടുകയും ചെയ്യും എന്ന് മാലാഖ മറിയത്തെ ആശ്വസിപ്പിക്കുന്നു. അവർ വിവാഹിതരായി ഒരുമിച്ച് താമസിക്കാൻ ഒരുങ്ങുമ്പോഴാണ് യൗസേപ്പ് പിതാവ് തിരിച്ചറിയുന്നത് വിശുദ്ധ കന്യാമറിയം 6 മാസം ഗർഭിണിയായിരിക്കുന്നു എന്ന്. ചകിതനായി പോകുന്ന യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം വ്യാകുലതയുടെ ദിനങ്ങളായിരുന്നു തുടർന്നുള്ളത്. അദ്ദേഹം അങ്ങേയറ്റം നീതിമാൻ കൂടിയായതിനാൽ മറിയത്തിന് പ്രയാസം വരാതിരിക്കുകയും എന്നാൽ തൻ്റെ വേപത്തുക്കൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്ന രീതിയിൽ രഹസ്യമായി തൻ്റെ പ്രതിശ്രുത വധുവിനെ അല്ലെങ്കിൽ വധുവിനെ ഉപേക്ഷിക്കുവാനുള്ള അവസാന തീരുമാനത്തിലേക്ക് യൗസേപ്പ് പിതാവ് എത്തിച്ചേരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വ്യാകുല രാവുകളിലൊന്നിലേക്ക് സ്വപ്നദർശനവുമായി ഗബ്രിയേൽ മാലാഖ വീണ്ടും കടന്നു വരുന്നത്. ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഗർഭധാരണമാണെന്നും ഇത് ജഗദീശ്വരൻ്റെ തീരുമാനമാണെന്നും ഈ ജനിക്കാൻ പോകുന്ന പുത്രന് യേശു എന്ന് നാമകരണം ചെയ്യണമെന്നും മാലാഖ യൗസേപ്പിനെ ബോധിപ്പിക്കുന്നു. യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം തിരമാലകൾ അടങ്ങുകയും മേഘങ്ങൾ ആകാശത്തു നിന്ന് നീങ്ങിപ്പോകുകയും ചെയ്യുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ കുളിർക്കാറ്റ് വീശുന്ന സുന്ദരമായ സമാധാനത്തിൻ്റെ നിമിഷമായി അത് മാറുന്നു. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവാച്യമായ സ്നേഹത്തിൻ്റെയും ദൈവത്തോടുള്ള അപരിമിതമായ വിധേയത്വത്തിൻ്റെയും അനുസരണയുടെയും അടയാളമായി സസന്തോഷം മറിയത്തിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ ഉദരത്തിലുള്ള പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദിവ്യഗർഭത്തെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും അവരുടെ കുടുംബജീവിതം സന്തോഷപൂർവ്വം തുടരുകയും ആണ്. വീണ്ടും നാളുകൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സീസർ ലോകത്ത് ആദ്യമായി സെൻസസ് നടത്തുക എന്ന് തീരുമാനമെടുക്കുന്നതും സീസറിൻ്റെ അധികാരപരിധിയിലുള്ള എല്ലാ മനുഷ്യരും അവിടെ എത്തി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ഗർഭിണിയായ ഭാര്യയെയും കൂട്ടി നസ്രത്തിൽ നിന്നും സുദീർഘമായ യാത്രയിൽ 140 കിലോമീറ്ററിലേറെ നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ബത്ലഹേമിലെത്തുന്നതും തിരുപ്പിറവിയുടെ നക്ഷത്രം ഉദിക്കുന്നതും. സത്രങ്ങളിൽ സ്ഥലം ലഭിക്കാതെ ഒരു കാലിത്തൊഴുത്തിൽ പുൽമെത്തയൊരുക്കി തൻ്റെ പ്രിയപത്നിക്ക്, ലോകത്തിൻ്റെ പരിശുദ്ധ മാതാവിന് പ്രസവവേദന വരുമ്പോൾ ഏറ്റവും നല്ല ശുശ്രൂഷകനായാണ് വിശുദ്ധ യൗസേപ്പ് പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായി ആ ഭർത്താവ് ആ നിമിഷം പരിണമിക്കുകയാണ്. പ്രസവാനന്തരം ഒരു മനുഷ്യന് ഈ ഭൂമിയിലുണ്ടാകാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ജോസഫിന് ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വളർത്തച്ഛനായി മാറുക. നവജാത ശിശുവിൽ തുടങ്ങി ക്രിസ്തുവിന് 20-30 വയസ്സ് പ്രായം വരുന്നത് വരെ, 20 വയസ്സ് എന്നും 30 വയസ്സ് എന്നും അഭിപ്രായമുണ്ട്. ആ പ്രായം വരേക്കും ക്രിസ്തുവിൻ്റെ സംരക്ഷകനായി കൂടെ നിൽക്കാൻ യൗസേപ്പ് പിതാവിന് മഹാഭാഗ്യമുണ്ടാകുന്നു.
പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവാകാൻ, ക്രിസ്തുവിൻ്റെ വളർത്തച്ഛനാകാൻ. ഇതിൽ പരം സൗഭാഗ്യം ഒരാളുടെ ജീവിതത്തിൽ പിന്നെ എന്തുണ്ടാകാനാണ്? ഈ മഹത്തായ സൗഭാഗ്യം, ജീവിതത്തിലുള്ള ഈ മഹത്തായ സൗഭാഗ്യം ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലും പരിശുദ്ധ യൗസേപ്പിതാവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗ സമയത്ത് ഇടത് ഭാഗത്ത് പരിശുദ്ധ മാതാവും വലത് ഭാഗത്ത് ക്രിസ്തുവും ഉണ്ടായിരുന്നു. മരണാസന്നനായി നിൽക്കുന്ന നേരത്ത് ജോസഫ് പിതാവിൻ്റെ ദുർബലമായ കരങ്ങൾ ഗ്രഹിച്ച് അങ്ങേയറ്റത്തെ സ്നേഹവായ്പോടെ, കാരുണ്യത്തോടെ ആ കൈകളിൽ തലോടിക്കൊണ്ട് ക്രിസ്തു പ്രാർത്ഥിക്കുകയും ആ നിമിഷത്തിൻ്റെ ധന്യതയിൽ യൗസേപ്പ് പിതാവ് സ്വർഗത്തിലേക്ക് യാത്രയാരംഭിക്കുകയുമാണ്. ഇതിലും ശാന്തസുന്ദരമായ മരണം, ജീവിതം പോലെ തന്നെ ഇതിലും ശാന്തസുന്ദരമായ മരണം മറ്റാർക്ക് അനുഭവിക്കാൻ? അതുകൊണ്ടാണ് നന്മരണത്തിൻ്റെ മധ്യസ്ഥനായും യൗസേപ്പ് പിതാവിനെ വിശ്വാസികൾ കാണുന്നത്. ജീവിതത്തിലും മരണത്തിലും യൗസേപ്പ് പിതാവിനുണ്ടായ സൗഭാഗ്യം, അദ്ദേഹം ദൈവത്തോടും തന്നോട് ചേർന്ന് നിന്നവരോടും സ്നേഹത്തിലും വിശ്വാസത്തിലും പുലർത്തിയ അതിരുകളില്ലാത്ത ചേർച്ചയുടെ തുടർച്ചയായി നമുക്ക് വായിച്ചെടുക്കാം. ഓരോ ഘട്ടത്തിലും മാലാഖമാരുടെ നിർദ്ദേശങ്ങളെ സ്നേഹത്തോടെ അനുസരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ദൈവത്തിലുള്ള അഗൈതവമായ വിശ്വാസവും ആഴത്തിൽ ദൈവത്തോടുള്ള അനുസരണവുമാണ്. ക്രിസ്തുവിനെ വധിക്കാൻ ഹെറോദേസ് രാജാവ് തയ്യാറായി നിൽക്കുന്നു എന്നറിയുന്ന ഘട്ടത്തിൽ ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ മാലാഖമാരുടെ ഉപദേശം അനുസരിക്കുന്നുണ്ട് യൗസേപ്പ് പിതാവ്. ഈജിപ്തിൽ നിന്ന് കുറേ വർഷങ്ങളുടെ പ്രവാസത്തിന് ശേഷം നസ്രത്തിലേക്ക് മടങ്ങിയെത്തുന്നതും മാലാഖമാരുടെ ഉപദേശത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ്. അഭയാർത്ഥി ജീവിതത്തിൻ്റെ ദൈന്യതയും ക്ലേശവും ഇന്ന് ലോകത്തിന് സുപരിചിതമാണ്. ഈ ചരിത്ര സന്ദർഭത്തിൽ ഇറാഖ് സന്ദർശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പലതരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളിലും യുദ്ധക്കെടുതികളിലും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെയും ആട്ടി ഓടിക്കപ്പെട്ടവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് നടത്തിയ ചരിത്രപരമായ ഒരു ഇടപെടൽ നമുക്കോർക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ ഒരു അഭയാർത്ഥി ജീവിതം ഉണ്ണിയേശുവുമായി, വിശുദ്ധ കന്യാമറിയവുമായി യൗസേപ്പ് പിതാവ് ഈജിപ്തിൽ ജീവിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ തൻ്റെ കുടുംബത്തിനു വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും അവരുടെ അതിജീവനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ദൈവത്തിൽ നിന്ന് യൗസേപ്പ് പിതാവിലേക്ക് ഉണ്ടായ നിയോഗം. ഇങ്ങനെ കുടുംബത്തിനോട് ഏറ്റവും ആഴത്തിൽ ചേർന്ന് നിൽക്കാനും ദൈവത്തെ ഏറ്റവും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്നേഹിക്കുവാനും കീഴ്വണങ്ങുവാനും സാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധ യൗസേപ്പിൽ നിന്ന് നാം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന്. ലോകം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ക്രിസ്മസ് കാലത്ത് കോവിഡ് കാരണം അടച്ചിടപ്പെട്ട വീടുകളും ലോകവും പാതിയെങ്കിലും തുറന്നു തുടങ്ങിയിരിക്കുന്നു. എങ്കിലും മനുഷ്യൻ്റെ കണ്ണീരും ഒലിച്ചിറങ്ങുന്ന ചോരച്ചാലുകളും ദൈന്യതകളും കൊണ്ട് ഈ ഭൂമിയുടെ ഛായാപടം ദുസ്സഹമാവിധം അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹിക്കുക, അതിരുകളില്ലാതെ സ്നേഹിക്കുക, വിശ്വസിക്കുക, അഗാധമായി വിശ്വസിക്കുക, സമർപ്പിക്കുക, ദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുക. കാരണം ദൈവം
സ്നേഹമാണ്. നമസ്കാരം.